ഹലോ, നമസ്കാരം. ഇന്ന് ഒരു യാത്ര പാലക്കാടാണ് പോകുന്നത്. ഞാൻ എൻ്റെ എല്ലാമായിട്ടുള്ള എൻ്റെ ഡോക്ടറുണ്ട്, പിന്നെ എൻ്റെ സുഹൃത്തുണ്ട്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ഞങ്ങളുടെ ഒരു കാവലാൾ കവലാൾ കാണി അല്ല, ജസ്റ്റ് ഹലോ ചേട്ടാ, ഹായ് പറഞ്ഞോ. ഹായ് ബ്രദർ. ഇത് ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോണത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ഈ ചെറിയ വലിയ കുടുംബത്തിലേക്ക് ഒരു കുട്ടി അതിഥി വരാൻ പോവാണ്. അപ്പോൾ അദ്ദേഹത്തെ ആളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അതിന് പോകുമ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു, പാലക്കാടേക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല. കാരണം വളരെ നല്ല ആൾക്കാരും വളരെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും സന്തോഷങ്ങളും ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കാം. ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരിക്കും പുറത്ത് കിടക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവം തന്നെ, ഒരു സമാധാനം. രാവിലെ ബാറിൽ കയറാൻ പാടില്ല. ഇവിടെ ഫാമിലി റെസ്റ്റോറൻറ്റ് അതൊക്കെ ഉച്ചയ്ക്ക് ഊപ്പണവുള്ളൂ. ഇവിടെ കള്ളുണ്ടിയന്മാർ ഇരിപ്പുണ്ടാവും. തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി അടുത്ത ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ പോലത്തെ കുറെ സംഭവമില്ലേ ഇവിടെ, അവിടെ കയറി. അതാണ് ഭയങ്കര ഇഷ്യൂ. ഒരു സ്ഥലത്ത് പൊളിച്ചിട്ടല്ലേ ആദ്യം പണി, അതെല്ലാം അവിടെ പൊളിച്ചിട്ട് ആകെ പണിക്കാരും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. അതൊക്കെ വേഗം തീർക്കണേ. അങ്ങനെ ചെയ്യാവൂ. ഈ പറഞ്ഞ പോലെ ഇത്ര ബുദ്ധിമുട്ടാണ്. അല്ല, പക്ഷെ അത് ടോള് മറ്റേ നമ്മുടെ പാലക്കാടത്തെ മാരുതിയുടെ നെക്സയുടെ ഷോറൂമാണിത്. അവിടെ നമ്മളൊരു ചെറിയൊരു കുട്ടി കാർ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡോക്ടർ സംസാരിക്കുന്നു. ഞാനവിടെ മാറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളാണ് ഡീൽ ചെയ്യുക. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിലുകൾ പറഞ്ഞു തരാണ്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. 3-4 വണ്ടിയുടെ ഡെലിവറി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടു. ഞങ്ങൾ ഹാപ്പിയാണ്.
ഒരു മുഹൂർത്തത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനല്ല, എൻ്റെ ഡോക്ടറാണ്. ആൾക്ക് ഭയങ്കര ഹാപ്പിയായ ആളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു ചെറിയൊരു വാഹനം നമുക്കുണ്ടായിരുന്നു. നമ്മളത് കൊടുത്തിട്ട് മാരുതിക്കാർക്ക് തന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയതെടുത്തതാണ്. ഇഗ്നിസ് എന്നാണ് ഇതിൻ്റെ പേര്, ഈ വണ്ടിയുടെ പേര്. നിങ്ങൾ വാഹനം ഇപ്പോൾ ഞാൻ മാരുതിനെ ഞാൻ സജസ്റ്റ് ചെയ്യും. ഇനിയൊരു വാഹനം, ചെറിയ വാഹനങ്ങൾ ചെറുതായാലും വലുതായാലും ഇവരുടെ സർവീസ് വളരെ വലുതാണ്. നമ്മുടെ വാഹനം ഒരു ടാറ്റ തിയാഗോ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു. ഇവരത് എടുത്തിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം, പുതിയ കാർ എടുക്കുന്നതിൻ്റെ ഓഫറുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തന്നു. അവിടുത്തെ 2 പേര്, നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുള്ള 2 പേര് വളരെ മാന്യമായിട്ട്, നമുക്ക് ടെൻഷനില്ല, അവരങ്ങ് ഏൽപ്പിച്ച് അവരത് ചെയ്തോളും, പ്രോപ്പറായിട്ട് അവരത് ചെയ്തോളും. എനിക്ക് ഏറ്റവും അവിടുത്തെ ഇഷ്ടം ഈ ഒരു മുഹൂർത്തമാണ്. കഴിഞ്ഞ വർഷം ഇതേ ഡേറ്റിൽ ഞങ്ങളവിടെ പോയിരുന്നു ഒരു ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞ വണ്ടി വാങ്ങാനായിട്ട്. അന്ന് ഈ 2 അമ്മമാരും ഞങ്ങൾക്കൊരു കോഫി തന്നു. അവരുടെ ഒരു സർവീസില്ലേ, ഈ സ്ഥാപനത്തിൻ്റെ ഒരു പുണ്യമാണത്. എൻ്റെ എന്നെ കരയിച്ച ഒരു സംഭവമാണത്. അവർ ഈ വർഷം ഞങ്ങൾ ചെന്നപ്പോഴും കൃത്യമായിട്ട് അവർക്ക് ഞങ്ങളെ മനസ്സിലായി, അവർ സർവീസ്. ഞങ്ങൾ അവിടുത്തെ മാനേജരോട് പറഞ്ഞു, അത് പുണ്യം ചെയ്ത 2 അമ്മമാർ. ഈ കാർ എടുത്തപ്പോൾ അതിലേറെ സന്തോഷമായത് എനിക്ക് ആ ഒരു സന്തോഷമാണ്. സത്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ എൻ്റെ കുടുംബവും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ 2 അമ്മമാരെ കാണാൻ എല്ലാ വർഷവും സാധിക്കട്ടെ എന്നാണ് എനിക്ക്. ഇതിൽ അവർ ചെന്നപ്പോൾ അവർക്കൊരു സംശയമായിരുന്നു, ഞങ്ങൾ അവരോട് സംസാരിക്കുമെന്നൊക്കെയുള്ളൊരു സംശയമായിരുന്നു അവർക്ക്. പക്ഷേ നിങ്ങൾക്കറിയാലോ, ഞാനായാലും എൻ്റെ ഡോക്ടറായാലും പ്രായമുള്ളവരെ ഒരുപാട് ബഹുമാനിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് 2 ആൾക്ക് ഓരോ ഉമ്മ തന്നു, ഞങ്ങൾക്കൊരു കോഫി തന്നു, വെള്ളം തന്നു, ജ്യൂസ് തന്നു. ഇങ്ങനെ ഈ ഒരു പ്രായത്തിലും അവർ ചെയ്യുന്ന ആ ഒരു വർക്ക്, അത് എന്താണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ സ്നേഹവും ഒരു കരുതലും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആ ചെറിയ ഞങ്ങളുടെ ഒരു ബേബിയെ എടുത്തിട്ട് പോവുകയാണ്. ഡോക്ടറാണ് ആദ്യമായിട്ട് ബേബിയെ റോട്ടിലോട്ട് ഇറക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം. പാലക്കാട് നിന്ന് നമ്മുടെ പുതിയ വണ്ടി എടുത്തിട്ട് വരുവാണ്. ഭയങ്കര മഴയാണ്. ഫ്രണ്ടിൽ പോകുന്ന അതാണ് നമ്മുടെ വിചാരം. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേ സമയത്ത് ഇതുപോലെ തന്നെയാണ് വിചാരം എടുത്തോണ്ട് വന്നത്. അപ്പോഴും നല്ലൊരു മഴയായിരുന്നു. ഭയങ്കര മഴ. എന്നാലും ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ വർഷവും നമുക്കൊരു വണ്ടി എടുക്കാൻ പറ്റും. നമുക്കൊരു കുട്ടിക്കാർ എടുക്കാൻ സാധിച്ചത് സർവേശ്വരോട് നന്ദി പറയാം. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഭയങ്കര മഴ. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ റോഡ് കുറച്ച് മോശമാണ്. അതാണ് നമ്മുടെ ഒരു വിഷമമുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. പുതിയ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം പറയും. പുതിയ വണ്ടി മാരുതിയുടെ സത്യത്തിൽ ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര മോശം. എനിക്ക് ഡോക്ടറാണ് വണ്ടി ആദ്യം പറയുമ്പോൾ ഞാൻ പറയും ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഓപ്പണായിട്ട് ഞാൻ പറയുകയും ചെയ്യും. പക്ഷേ അത് വണ്ടി വാങ്ങി അത് ഓടിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാവുക. ഇപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ ശരിക്കും നല്ല ഹൈറ്റുള്ള ഒരാളാണ്. പക്ഷെ എനിക്കിനകത്ത് ഇരിക്കുമ്പോൾ വളരെ സ്പേസസ് ആണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതിനകത്ത്. കാൽ നീട്ടി നിവർത്തി വയ്ക്കാം, നമുക്ക് നിവർന്നിങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാം. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ വണ്ടി അത്യാവശ്യം ഹൈറ്റ് എത്രയാ? ഹൈറ്റ് കൃത്യം പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം 8'6" ഉണ്ട് ഞാൻ ഹൈറ്റ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇരുന്ന് ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ. അത് മാത്രമല്ല ഒരു സാധാരണ ഒരു നമ്മളെ പോലെ തന്നെ ഉള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി സാലറിയൊക്കെ കുറച്ച് കുറവുള്ള, അല്ലെങ്കിൽ ഒരു 20,000-25,000 സാലറി ഉള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു വണ്ടി വാങ്ങാൻ സുഖമായിട്ട് വാങ്ങാൻ നമുക്ക്. അത് എന്തായാലും ഞാൻ അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ എല്ലാവരുടെയും അറിവിലേക്കായിട്ട്, കാറ് വാങ്ങാൻ ആഗ്രഹമുള്ള എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ചെയ്യും. എനിക്ക് ഈ വണ്ടി വാങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ പിടികിട്ടിയത്. നല്ലൊരു
ഒരുപാട് പൈസയൊന്നും നമുക്ക് വരുന്നില്ല. ഇതാണ് നമ്മുടെ വിറ്റാര. കഴിഞ്ഞ വർഷം നമ്മള് ഇതേ സമയത്ത് വാങ്ങിയ വിറ്റാരയാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഈ വർഷം ഇതേ സമയത്ത് വാങ്ങിയ വിറ്റാരയല്ല, ഇഗ്നിസ് ആണ് ഇപ്പൊ കിടക്കുന്നത്. ഇത് ഇഗ്നിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. നമ്മൾ മനസ്സ് വിചാരിച്ചാൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതിന്റെ തെളിവാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ ഡേറ്റിലെടുത്ത ഗ്രാൻഡ് വിറ്റാരയാണ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്നത്, L08CC 4140. ഞങ്ങൾ ഈ വണ്ടിക്കും ഈ വർഷം അതേ ഡേറ്റാണ്, അതേ ടൈമിങ് ആണ്, എല്ലാം അതേ ഡേറ്റ് അതേ ടൈമിങ് എല്ലാമാണ്, ഡേയും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഹാപ്പി ആവുന്നതിലുപരി എൻ്റെ ഡോക്ടറാണ് അതിലേറെ ഹാപ്പി. അപ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ഒരു ചെറുതായൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എടുക്കാം, ഇതുപോലൊരു വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഇവരുടെ മാരുതിയുടെ കസ്റ്റമർ സർവീസ്, അവരൊക്കെ നമ്മളെ കെയർ ചെയ്യുന്നൊരു രീതി. ഞാനും കസ്റ്റമർ കെയർ ഇൻഡസ്ട്രിയിലാണ്, അല്ലെങ്കിൽ ഞാൻ ആ മേഖലയിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് കാണിക്കുന്ന ആ ഒരു ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഒക്കെ ഇവരും അതേപോലെ തന്നെയാണ് നമ്മളെ കെയർ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് 10 ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും. ലോണിൻ്റെ കാര്യങ്ങൾ വരെ നമുക്ക് തീരുമാനമാക്കി തന്നു എന്നുള്ളതാണ്. ഇൻഡസ് മോട്ടോഴ്സ് തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ വണ്ടിയുടെ ബുക്കിങ്ങും നമ്മുടെ ഉണ്ടായിരുന്നൊരു വണ്ടി അവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് ഉള്ള ബാക്കിയുള്ള പേപ്പർ കാര്യങ്ങൾ അവിടുത്തെ സ്റ്റാഫുകളും അതുപോലെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ നമ്മളോടുള്ളൊരു ഡീലിംഗ് വളരെ മാന്യമായിട്ടുള്ളൊരു ഡീലിംഗാണ്. അപ്പോൾ ഞാനിനി സാധാരണക്കാർക്ക് ഒരു കാറ് വാങ്ങി ഓടിക്കണമെന്ന് മോഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു വെഹിക്കിളാണ് നമുക്ക് മാരുതി ഇഗ്നിസ്. വളരെ കംഫർട്ടബിൾ, അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, ഒരു ഫാമിലിക്ക് വളരെ വിസിബിലിറ്റി ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, വണ്ടിക്കും ഹൈറ്റ് ഉണ്ട്, നല്ല സസ്പെൻഷൻ ഉണ്ട്. നല്ല എന്നൊക്കെ കൂടുതൽ ഇപ്പോൾ ഡോക്ടർക്കാണ് അറിയാം സസ്പെൻഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഞാൻ വിചാരിച്ചത് ജോലിയിൽ സസ്പെൻഡ് ചെയ്തെന്നാണ് ഞാൻ വിചാരിച്ചത്. അതല്ല, 4 സിലിണ്ടർ എഞ്ചിനാണ്. ഓക്കെ, കാരണം ഡോക്ടറുടെ ഒരു പ്രത്യേകത, ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാവിധ പല വീഡിയോസൊക്കെ കയറി കാണും യൂട്യൂബിൽ, എന്നിട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ കാണും, പിന്നെ കുറേ പേരോട് ചോദിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ആളിങ്ങനെ ഒരു വണ്ടി സെലക്ട് ചെയ്യുക. ആദ്യം സെലക്ട് ചെയ്തപ്പോൾ ഇഗ്നിസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തത് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ആളെടുത്ത്. പക്ഷേ ഇതിപ്പോൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരാൾ, ഐശ്വര്യമുള്ള ആളുടെ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, ഒരു സാധാരണക്കാരന് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഒരു വാഹനം എടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും മാരുതിയെ നമുക്ക് സമീപിക്കാം. അത് എനിക്ക് അവർ വേറെ ഒന്നും തന്നിട്ടൊന്നും ഞാൻ പറയണതല്ല. ഇനി പ്രേക്ഷകര് ഇത് ഇവിടെ കെട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേരളത്തിലെ റോഡുകൾ. നമുക്ക് റോഡ് മാത്രം ഒരു രക്ഷയില്ല. പക്ഷേ ഈ കെട്ടുള്ള റോട്ടിൽ കൂടെ നമ്മൾ പാസ് ചെയ്തിട്ട് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് വലിയ കുടുക്കോ ബഹളം ഒന്നും അറിയുന്നില്ല കേട്ടോ. ഇത് വളരെ നല്ലൊരു ലക്ഷറി വെഹിക്കിളിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ റോഡുകൾ കണ്ടോ, എൻ്റെ അമ്മേ, അയ്യോ. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ എൻ്റെ കുറച്ച് നല്ല സുഹൃത്തുക്കളോട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളെ ഞാൻ പറയും, ഉപദേശിക്കും, നിങ്ങളൊരു വണ്ടി എടുക്കുക, ഒരു ബൈക്ക് എടുക്കുക, ഒരു കാർ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഇല്ല അതൊന്നും നടക്കില്ല, സാധിക്കില്ല എന്നൊക്കെ പറയല്ലേ. പക്ഷെ നമുക്ക് സാധിക്കും. നമുക്ക് ഇതുപോലൊരു മാരുതിയുടെ ചെറിയൊരു വണ്ടി എടുക്കാൻ, ഒരു ഇഗ്നിസ് പോലുള്ള വണ്ടി എടുക്കാൻ നമുക്ക് ഈസിയാണ്. ഇതെൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്, ഞാൻ സഹായിക്കാം. ഏത് രൂപത്തിലാണ് എടുക്കേണ്ടതെന്നുള്ള കൃത്യമായൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നിങ്ങളും ഒരു കാർ ഓടിച്ചൊക്കെ പോകണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹം. നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെയുള്ള ആളുകളും എല്ലാവരും. ഫഹദ് ഫാസിലിൻ്റെ ഫോട്ടോ നന്നായിട്ടുണ്ടല്ലോ.
ആര് പറഞ്ഞിട്ടാ ഈ മാരുതി എന്നാ മാരുതിയുടെ ബ്രാൻഡിലേക്ക് മാറാൻ കാരണം ആരാണ് ഡോക്ടർക്ക് ഇത് സജസ്റ്റ് ചെയ്തത് ഈ മാരുതിയുടെ വെഹിക്കിള്? ഞാൻ ഇതിന് മുമ്പ് 3-4 വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് മാരുതിയുടെ സെലീറിയോ തന്നെയായിരുന്നു, ഓട്ടോമാറ്റിക്. പിന്നെ നമുക്ക് ഇന്നോവ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വിഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടിയാഗോ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ടിയാഗോന്റെ കാര്യം ഓർമ്മിപ്പിക്കില്ല എന്റെ പൊന്നെ. ടിയാഗോ അങ്ങനെയല്ല, ടിയാഗോ നല്ല വണ്ടി തന്നെയാണ്, നല്ല കംഫർട്ടബിൾ സാധനം തന്നെയാണ്. പക്ഷെ അതിന്റെ സർവീസ് കുറച്ച് മോശമാണ്. കാരണം നമ്മളെന്നും ഡെയിലി യൂസ് ചെയ്യുന്ന വെഹിക്കിളൊക്കെ ഒരാഴ്ചയൊക്കെ എന്തെങ്കിലും ചെറിയ പാർട്സ് ഒക്കെ മാറ്റേണ്ടി വരുമ്പോൾ അവിടെ തന്നെ കിടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. മാരുതിയുടെ സർവീസ് ഒക്കെ നല്ലതാണ്, അത് എല്ലാവർക്കും അറിയാമല്ലോ. മാരുതിയുടെ സർവീസ് നല്ലതാണെന്ന് മാത്രമല്ല, നമുക്കൊരു ഉപകാരമുള്ളത് അവര് നമ്മുടെ വീട്ടിൽ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും. പിന്നെ അതിന്റെ പാർട്സിനും സർവീസിനൊക്കെ എക്സ്പെൻസും കുറവാണ്. അതാണ് അതിനകത്ത് വലിയൊരു കാര്യം. പെട്ടെന്നെല്ലാം സർവീസ് അവൈലബിൾ ആണ്. ലേഡീസ് ആണെങ്കിലും അവർ ഡീൽ ചെയ്യുന്ന രീതി നല്ലതാണ്. ഡോക്ടർക്ക് വണ്ടി ഓടിച്ചിട്ട് ഇപ്പൊ എങ്ങനെ തോന്നുന്നു? എന്താണ് എനിക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ തോന്നുന്നത്. ഡ്രൈവിംഗ് സീറ്റ് പൊസിഷൻ ഒക്കെ നല്ല. എനിക്ക് ഭയങ്കര പൊക്കം കുറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പം 5 അടി 3 ഇഞ്ച് ഹൈറ്റ് ഉള്ളൂ. എന്നിരുന്നാൽ പോലെയും എനിക്ക് റോഡ് നല്ല പോലെ കാണാൻ പറ്റുന്ന പോലെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനിയിപ്പോ അങ്ങോട്ട് വീട്ടിലേക്കല്ലേ? വീട്ടിലേക്കാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് കൊണ്ടുപോയി കാണാം. നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, ഏതിൽ വന്നാലും ടോള് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. റോഡില്ലെങ്കിലും ടോള് നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ടോള് കൊടുത്താലേ പറ്റുള്ളൂ. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേടായിട്ടാണ് എനിക്ക് മനസ്സിലാവണത്. എനിക്ക് രാഷ്ട്രീയമൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല. ഏത് രാഷ്ട്രീയക്കാരോട് അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പയ്യെ ടോള് കൊടുക്കേണ്ടി വരും. ഇവിടെ എങ്ങനെയാ എൻ്റെ പരിപാടി? എങ്ങനെയാ? ഫാസ്റ്റാഗില്ലല്ലേ ചേച്ചി? എന്ത് പുതിയ വണ്ടിയാണോ? ഫാസ്റ്റാഗ് എടുത്തിട്ടില്ല. ഇല്ല, അവർ തന്നില്ല. ക്യാഷ് 230 രൂപ. 230 രൂപ. ഫാസ്റ്റാഗ് ഇല്ല, ഞാൻ ഫാസ്റ്റാഗിന്റെ അല്ല, ഇത് പുതിയ വണ്ടിയല്ലേ? ഫാസ്റ്റാഗ് അവര് നമുക്ക് തന്നിട്ടില്ലല്ലോ. അല്ല, നോർമലി എത്രയാ? നോർമലി 115 രൂപ. 115 രൂപ ഞാൻ തരാം. അല്ല ചേട്ടാ, ഫാസ്റ്റാഗിലൂടെ കട്ടാവുകയാണെങ്കിലാണ് 115 രൂപ. അല്ല, ഞങ്ങളിപ്പോ ഇത് വോട്ട് തന്നിട്ടില്ല. അതിപ്പോ എടുത്തിട്ട് വരണതാണ്. ഡെലിവറി എടുത്തിട്ട് വരണതേ കാണണേ. അതായത് ക്യാഷ് പേ ചെയ്യണമെങ്കിൽ ഡബിൾ എവിടെ പേ ചെയ്യണം? അവൻ എന്താ വട്ടം നിക്കണേ? അവൻ അങ്ങനെ നിക്കണേ? അത് അവന്റെ ലൈൻ ആയതുകൊണ്ടാണ്. അവന് ഹിന്ദി സംസാരിക്കുക. എന്താ ചെയ്യാ? ബില്ല് പേ ചെയ്യണം. ഒരാളെ തല്ലാൻ നിക്കണം, ഗുണ്ടാ. ഒരാളെ തല്ലാൻ നിൽക്കും. ഭയങ്കര ഭീകരത ഇവിടെ. ഒരു രക്ഷയില്ല. നമ്മളെങ്ങനെ മാന്യമായിട്ട് സംസാരിച്ചാലും ഒരു രക്ഷയില്ല. അല്ല, ഫാസ്റ്റാഗ് ചേസ് നമ്പറിൽ ചെയ്തിട്ടുണ്ട്. ചേസ് നമ്പർ തന്നിട്ടുണ്ടോ? അത് മതി. ആ ചേസ് നമ്പർ ഈ ഫോണിന്റെ അവസാനം കൊള്ളക്കാരെന്ന് പറയാൻ പറ്റില്ല, ഗുണ്ടകളുടെ അതിദാരുണമായിട്ടുള്ള നോട്ടം, അവരുടെ വാഗ്വാദം. ആ ചേച്ചി പാവാന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായ ഒരവസ്ഥ. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഏത് തന്നെയാണെന്നോ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സാധാരണക്കാരനായ നമ്മളൊരു ഡെയിലി ജോലിക്ക് പോയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വാഹനം എടുത്ത് വരുമ്പോൾ റോഡില്ല, റോഡൊക്കെ പോയി തോടാണ്. തോട്ടിക്കൂടെ നീന്തി കയറി വരുമ്പോഴാണ് കാട്ടാളന്മാരുടെ പോലെ, കാലൻ നിൽക്കണ പോലെ, കാട്ടാളൻ എന്നല്ല, കാലൻ. നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞ പോലെ നമ്മൾ കൊണ്ടുപോകില്ലേ മുകളിലേക്ക്, അതുപോലത്തെ കാലൻ നിൽക്കണ പോലെ കുറച്ച് പേര് നിൽക്കുക, പൈസ മേടിച്ചെടുക്കണം. കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ഇതിൽ കൂടത്തെ
എൻ്റെ ദൈവമേ നമ്മളെ മാനസികമായിട്ട് കൊല്ലും. എന്താ ചെയ്യുക?